ഞാൻ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച 3 ദിവസത്തേക്ക് തമിഴ്നാട്ടില് ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ മധുരയ്ക്ക് പോവുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പൊ എനിക്ക് അവിടുന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം എഫേസ്യ ലേഖനം 2-ാം അധ്യായം. എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്. 3 ദിവസമാണ്. അപ്പോൾ എഫേസ്യ ലേഖനം ഓൾമോസ്റ്റ് മുഴുവനായിട്ടും പല ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു തയ്യാറെടുപ്പ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ആ ഭാഗത്തു നിന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എങ്കിലും ഈ വൈകിയ സമയത്ത് പെട്ടെന്ന് ഞാൻ ആ ഭാഗത്തു നിന്നൊന്ന് ഷിഫ്റ്റ് ആയിട്ട് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവാം. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നായിരിക്കുമല്ലോ ഒത്തിരി പ്രസംഗങ്ങൾ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നു എന്നുള്ള ചിന്താഗതി എനിക്കില്ല, കേൾക്കുന്നത് നിങ്ങൾക്കും ഇല്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. ദൈവമക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും നമ്മൾ കേൾക്കുമ്പം ഓക്കെ, ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുള്ള സന്ദേശങ്ങളൊക്കെ തന്നെ ആവാം. പക്ഷെ കർത്താവ് അതിൽ നിന്ന് നമ്മളോട് എന്ത് സംസാരിച്ചാലും അത് 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ കേട്ടാലും നമുക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ കീഴ്പ്പെടുന്നവരായി തീരാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പ്ലീസ്. ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനി വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. മതി ആന്റി, താങ്ക് യു. നമുക്ക് വളരെ പരിചിതമായൊരു ഭാഗമാണ്. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം കൂടെ ഒന്ന് വായിക്കും. ഇതിനോട് ചേർത്തൊന്ന് വായിക്കും. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം കൂടെ. ഓക്കെ, അതർവൈസ് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ആകയാൽ രാജാവ് തിരുമനസായി യെരൂശലേമിലെ ഈ ദേവാലയം പണിയുവാൻ കോരസ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാരഗൃഹത്തിൽ ശോധന കഴിച്ചു. ഇതിനെക്കുറിച്ച് തിരുവുള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, ശരി. ഞാൻ വാക്യം എനിക്ക് ഒന്നുകൂടെ കൺഫർമേഷൻ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ അതിന്ന് പെട്ടെന്ന് ഇരുന്ന് എഴുതിയെടുത്തപ്പോൾ ആയതുകൊണ്ടാണ്. വിൽ കം ബാക്ക് ടു ദാറ്റ്. അപ്പൊ ഞാൻ ചരിത്ര പശ്ചാത്തലം ഒന്ന് പറയാൻ വേണ്ടി ആ ഭാഗം ചിന്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്താ വിഷയം നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. കർത്താവിന്റെ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭാഗത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമക്കൾക്ക് അറിവുണ്ടെങ്കിലും 1-2 വാക്യങ്ങളിൽ ഞാൻ അതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം നമുക്കറിയാം ഡിവൈഡഡ് മൊണാർക്കി, യുണൈറ്റഡ് മൊണാർക്കി എന്ന് പറഞ്ഞാല് യെരൂശലേം വിഭജിക്കപ്പെടുന്നതിനും യെരൂശലേം വിഭജിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യം ദൈവമക്കൾക്ക് അറിയാം. ദാവീദിന്റെയും മകനായ ശലോമോന്റെ കാലത്തിന് ശേഷം വിഭാഗിക്കപ്പെടുന്നത് 10ഉം 2ഉമായിട്ട് വിഭാഗിക്കപ്പെടുന്ന കാര്യം ദൈവമക്കൾക്ക്. അപ്പൊ അത് മനസ്സിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്കിനി അടുത്ത ഈ ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ യെരൂശലേം നശിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. 586 BC യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നു. 1-ാം യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇവര് ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം യഹൂദരെ സംബന്ധിച്ച് യഹൂദയെ കുറിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, 2 ട്രൈബുള്ള യഹൂദയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ചല്ല. ഇസ്രായേൽ 10 ട്രൈബ്, നമ്മൾ ആ ഭാഗത്തേക്കല്ല, ഇത് യഹൂദയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ കാണുന്നത് 1-ാമത്തെ ഗ്രൂപ്പ് അവിടെ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നത് 538 BC കണക്കുകൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, 1-2 വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സന്ദേശത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. ഈ സമയത്താണ് 486
സെർക്സസ് രാജാക്കന്മാർ അധികാരത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് 468 അർത്ഥശഷ്ടാ രാജാവ് അധികാരത്തിൽ വരുന്നത്. അർത്ഥശഷ്ടാ രാജാവിന്റെ കാലത്താണ് നെഹമ്യാവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. 458 3 റിട്ടേൺ ഉണ്ട്, 3 നേതാക്കന്മാർ. ഒന്ന് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ, 2 എസ്രായുടെ നേതൃത്വത്തിൽ, 3 നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കാണുന്ന എസ്രായുടെ നേതൃത്വത്തിൽ 458 അവർ വരുന്നു. നെഹമ്യാവ് 445 യെരുശലേമിലേക്ക് വരുന്നു. അപ്പൊ ഈ ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഭാഗത്ത് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ വരവിൽ സെരുബാബേലിന്റെ ഒന്നാമത്തെ വരവ് സെരുബാബേലിന്റെ നേതൃത്വത്തിലുള്ള റിട്ടേണിൽ അവരാദ്യമായി വരുമ്പോൾ അവര് യെരുശലേം ദേവാലയം പുനർനിർമ്മിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം ഈ ഒരു കാര്യം. 3 കാര്യങ്ങൾ, 3 നിർമ്മിതിയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ നിർമ്മിതി യെരുശലേം ദേവാലയം പണിതു BC 516 സെരുബാബേലിന്റെ നേതൃത്വത്തിൽ. രണ്ടാമത്തെ നിർമ്മിതി എന്ന് പറയുന്നത് എസ്രായുടെ നേതൃത്വത്തിൽ എസ്ര വന്ന് ജനങ്ങളെ പുനർനിർമ്മിച്ചു. ഇസ്രായേലിന്റെ പുസ്തകം പഠിച്ച ദൈവമക്കൾക്ക് അറിയാം. ജനങ്ങളെ പുനർനിർമ്മിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ പോകുന്ന സമയത്ത് ദൈവവചനം കണ്ടെടുക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ജനങ്ങൾക്ക് വലിയ പാപബോധം ഉണ്ടാകുകയും വലിയ ഒരു പശ്ചാത്താപം ഉണ്ടാകുകയും അവര് കരയുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ ദൈവമൊക്കെ അറിയാമല്ലോ, ഞാനത് വിവരിക്കുന്നില്ല. അപ്പൊ അവരവർ പറയുന്നുണ്ട്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാ, നിങ്ങൾ കരയരുത് എന്നവരോട് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പുനർനിർമ്മിതി ദേവാലയം, രണ്ടാമത്തെ നിർമ്മിതി എന്ന് പറയുന്നത് ജനങ്ങളെ നിർമ്മിച്ചു. ആര്? എസ്രായുടെ നേതൃത്വത്തിൽ. ഇനി മൂന്നാമത്തെ നിർമ്മിതിയാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ യെരുശലേമിന്റെ മതില് പണിയുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ 3 നിർമ്മിതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ നെഹമ്യാവിന്റെ പുസ്തകം വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. കാരണം ലീഡർഷിപ്പിനെ കുറിച്ച്, നേതൃത്വത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്ന, നേതൃത്വ ഗുണങ്ങളെ കുറിച്ച്, പഠനങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം. അത് വേദപുസ്തക പ്രകാരം മാത്രമല്ല, സെക്യുലർ ആയിട്ടാണെങ്കിലും ലോകത്തിലെ നേതൃത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അനേക ഭാഗത്ത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുസ്തകത്തിന്റെ റെഫറൻസോ ബൈബിളിൽ നിന്നോ ആണെന്ന് പറയാതെ അതിന്റെ ഗുണഗണങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്, സെക്യുലർ ആയിട്ടുള്ള കാര്യത്തിൽ പോലും. പ്രത്യേകിച്ച് വേദപുസ്തകത്തിലെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിനെ കുറിച്ച്, ക്രിസ്തീയ നേതൃത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് എല്ലായിടത്തും തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകമാണ്. അതൊരു വീട്ടിലെ നേതൃത്വമായാലും, ഒരു സഭയുടെ നേതൃത്വമായാലും, ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വമായാലും, ഏതിന്റെ നേതൃത്വമായാലും നേതൃത്വ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഓരോ നേതാവും അനുകരിക്കേണ്ടുന്ന നേതാവ് എന്ന് പറയുമ്പോൾ ന്യായമായി നമുക്കൊരു ചിന്താഗതി ഉണ്ടാകും. അപ്പൊ ഇത് നമ്മളെ കുറിച്ചല്ല, സഭയിലെ പാസ്റ്റർമാരെ കുറിച്ചോ ഓർ ഏതെങ്കിലും ഒരു പ്രത്യേക ഓഫീസ് കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ച്, അങ്ങനല്ല. നമ്മളെല്ലാവരും ക്രിസ്തീയ നേതൃത്വത്തിന് വേണ്ടി തയ്യാറെടുക്കപ്പെട്ടവരും നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നേതൃത്വം വഹിക്കുന്നവരാ. ഈച്ച് ആൻഡ് എവറി ക്രിസ്ത്യൻ ഹാസ് എ സർട്ടൻ കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. നമ്മളിലുണ്ട്, നമ്മൾ അത് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഭാഗം വിവരിക്കുന്നത് ലീഡർഷിപ്പിന്റെ ക്ലാസ് അല്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ നേതൃത്വത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പ്രധാന പ്രതിവാദി വിഷയം എന്ന് പറയുന്നത്, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ പ്രധാന പ്രതിവാദി വിഷയം എന്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്? പ്രാർത്ഥനയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ്. ഇനി ഏറ്റവും വലിയ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നതും, ബൈബിളിലെ ഏറ്റവും വലിയ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നതും നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ്. സ്തോത്രം. വളരെ ചിന്തിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഒരു വളരെ സ്പിരിച്വലൈസ് ചെയ്ത് ആത്മീകവൽക്കരിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന രാജസന്നിധിയിലുള്ള രാജാവിന്റെ വലം കൈയായിട്ട് നിൽക്കുന്ന നെഹമ്യാവിന് അതെല്ലാം രാജാവിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നിട്ട് പോലും നെഹമ്യാവിന്റെ ജീവിതത്തിൽ താൻ കാര്യങ്ങൾ സാധിക്കുവാൻ ആഗ്രഹിച്ചത് പ്രാർത്ഥനയിൽ കൂടെയാണ്. നമുക്കൊക്കെ ദൈവം ഓരോ സ്ഥലങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷെ പ്രാർത്ഥനയാണ്
ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ആ ഭാഗം അവിടെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് പെട്ടെന്ന് മുമ്പോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം യെരുശലേമിൽ നമ്മളിപ്പോൾ കണ്ടത്, ഇസ്രായേലിന്റെ ചരിത്രത്തില് ഈ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു, അതിന്റെ മതിലുകൾ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആളുകൾ ഇപ്പോൾ പ്രതിരോധമില്ലാത്തവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൾണറബിലിറ്റി എന്ന് പറയും, നമ്മൾ എന്ത് പറയുന്ന, അവര് എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് തുറന്നു കിടക്കുന്നവരായി, പ്രതിരോധരഹിതരായി, ശത്രുക്കളാൽ ദുർബലരായി ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. സോ അങ്ങനെയുള്ള ആളുകളെ കൂട്ടി, ശ്രദ്ധിച്ചു കേൾക്കണേ മക്കളെ, നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ആശയറ്റവരായി, ശത്രുവിന്റെ ആരവാരങ്ങൾ കേട്ട് മടുത്ത്, ശത്രുവിന് ആക്രമിക്കുവാൻ വേണ്ടി തുറന്നു കിടക്കുന്ന ഒരു ജനങ്ങളെ കൂട്ടിക്കൊണ്ട് യെരുശലേമിന്റെ മതില് പണിയുവാനുള്ള ഒരു വലിയ ദൗത്യമാണ് ദൈവം നെഹമ്യാവിനെ ഏൽപ്പിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഭാരതത്തിന്റെ ചരിത്ര വസ്തുത ഇപ്പോഴത്തെ നമ്മുടെ ഭാരതത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പശ്ചാത്തലത്തെ നോക്കിക്കൊണ്ട് നെടുവീർപ്പിടുന്ന ഏതെങ്കിലും ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ ഉണ്ട് എങ്കിൽ, ബൈബിൾ ക്ലാസ്സിൽ ഉണ്ട് എങ്കിൽ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്, അല്ലെ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് പറയാൻ, ആത്യന്തികമായിട്ട് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ, പറ്റത്തില്ല. ലാസ്റ്റ് വേർഡ് നമുക്ക് ഇടാൻ കഴിയുന്നത് ഇമ്പോസിബിലിറ്റിയാണ്. നമ്മളെല്ലായിടത്തും അസാധ്യങ്ങളാണ് കാണുന്നത്. അപ്പൊ ദൈവമക്കൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ പരമാർത്ഥ ഹൃദയത്തെ തൊട്ടുണർത്തി ആരോടെങ്കിലും ഇന്ന് രാത്രി സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക, അത്രമാത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ചിന്തിക്കാതെ ഇന്ന് രാത്രി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കാത്തൊരു ഭാഗത്തേക്കാണ് പെട്ടെന്ന് തന്നെ ദൈവാത്മാവ് നടത്തിയത്. അപ്പൊ ഞാൻ എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് എഫേസ്യ ലേഖനം, ഞാൻ ആ ക്ലാസിന്റെ പവർ പോയിന്റുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ തുറന്നു വെച്ചു. ബട്ട് എന്നെ ഇന്ന് രാത്രിയിലേക്ക് ഇവിടെ കൊണ്ടുപോകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ കാണുന്ന ഇമ്പോസിബിലിറ്റീസിന്റെ മുമ്പിൽ ഒത്തിരി പ്രശ്നം, ഞാൻ ആ പ്രശ്നങ്ങളെല്ലാം വിവരിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇത്രയും ഇമ്പോസിബിലിറ്റീസിന്റെ മുമ്പിലാണ് ദൈവം നെഹമ്യാവിനെ എഴുന്നേൽപ്പിക്കുന്നത് മതിൽ പണിയാൻ വേണ്ടി. ഇന്ന് രാത്രി നെഹമ്യാവുമാരെ കർത്താവ് കാണുമ്പോൾ, സ്തോത്രം, ഈ സൂമില് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്ന് കൂടാതെ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കാത്തവരായിട്ടുള്ളവര്, സ്തോത്രം, ഏതെങ്കിലും ഓഫീസിൽ ഇപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നവര്, യാത്ര ചെയ്യുന്നവര്, സ്തോത്രം, നമ്മൾ ആ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നമ്മളെ ദൈവം ഒരു നേതൃത്വത്തിന് വേണ്ടി ദൈവം വിളിച്ചിട്ടുണ്ട്. ആമേൻ. ഡിസ്കറേജ്ഡ്, അതാണ് എൻ്റെ ഇന്ന് രാത്രിയിലത്തെ സന്ദേശം. ഡിസ്കറേജ്ഡ്, ഇറ്റ്സ് ദ ടൈം ടു റീകണക്ട്. നിരാശപ്പെട്ടു പോയോ, ഡിസ്കറേജ് ആയി പോയോ, ഇറ്റ്സ് ദ ടൈം ടു റീകണക്ട്. ഇപ്പോൾ ദൈവത്തിങ്കിലേക്ക് വീണ്ടും കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള, ദൈവത്തിലേക്ക് വീണ്ടും അടുക്കാനുള്ള ഒരു സമയമാണ് ഇത് എന്ന് ദൈവമക്കള് മനസ്സിലാക്കുക. പ്രൈസ് ദ ലോർഡ്. ഉപദ്രവങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ, ആക്രോശങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ, സ്തോത്രം, വേദനിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകളുടെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, ദൈവമക്കൾക്കറിയാം, ഇന്ന് രാത്രിയിലും 47 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ, സ്തോത്രം, തന്റെ ശുശ്രൂഷ തികച്ച് താൻ നിത്യതയിൽ പ്രവേശിച്ചതിന്റെ ഫ്യൂണറൽ സർവീസ് നിങ്ങളിൽ ഒരു വർഷം ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവാം. തന്റെ തീവ്രമായ സാക്ഷ്യങ്ങളും ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം വളരെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് തീർന്നുപോയി. താൻ അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. വേദനകൾ ഒത്തിരി ഉണ്ടാവാം. കർത്താവ് ഇതിന്റെ മുമ്പിൽ എന്ത് ഉത്തരം പറയുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ ഒത്തിരി പേരെ കൂടെ ചിലപ്പോൾ കർത്താവിന് വേണ്ടി കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെ മാനുഷികമായ ചിന്താഗതികളിൽ നമ്മൾ ഇനി ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ, അസാധ്യമാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ, ദൈവം എന്നെയും നിങ്ങളെയും ഇന്ന് രാത്രിയിൽ എവിടെയൊക്കെ ദൈവമക്കള് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അവരെ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു നേതൃത്വത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. സ്തോത്രം. ആമേൻ. നിരാശപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യുവാനുള്ള ഒരു നേതൃത്വ ഗുണമാണ് കർത്താവ് ഇന്ന് രാത്രി നമുക്ക് തരുന്നത് എന്ന് ദൈവവചനത്തിൽ കൂടെ ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. ആമേൻ.
അപ്പൊ ദൈവം നെഹമ്യാവിനെ ഈ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്. അസാധ്യമെന്ന് അവർക്ക് തോന്നി. രണ്ട് പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി. രണ്ട്, അവർ വളരെ നിരുത്സാഹപ്പെട്ടു പോയി. ഇതെനിക്ക് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ശ്രദ്ധിക്കണം. ഒന്ന്, ജനങ്ങളുടെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി. ഇത് പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും ഈ ഒരു ചോദ്യത്തെ ഫേസ് ചെയ്യാത്തവരില്ല. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ എന്നെ ഹോങ്കോങ്ങിൽ നിന്ന് ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. ശ്രീലങ്കക്കാരിയാ. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പാസ്റ്റർ. ഞാൻ ഹോങ്കോങ്ങിൽ പോയിരുന്ന കാര്യം ദൈവമൊക്കെ അറിയാമായിരുന്നു. ഞാൻ പഠനത്തിന്റെ ഭാഗമായിട്ട് ഓൺലി 45 days, പക്ഷെ അവിടെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ കർത്താവ് എനിക്ക് തന്നു. ഇന്നും അവരുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ അവരെന്നെ കോൾ തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഹാപ്പൻ ടു ക്രിസ്ത്യൻസ്? ക്രിസ്ത്യാനികൾക്ക് എന്ത് പറ്റി? അതപ്പതിച്ചു പോയില്ലേ ധാർമ്മികമായി? നോൺ ക്രിസ്ത്യൻസ് ചോദിക്കുന്നതാണെന്ന് പറഞ്ഞു. കുറച്ച് സമയം ആ സഹോദരിയായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ച് ഉറപ്പിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാൻ അത് പറയാനായിട്ടല്ല വന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എല്ലാവരും തന്നെ ഒരുപക്ഷെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരിക്കാം. സ്തോത്രം. എന്തു പറ്റി സഭയ്ക്ക് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ദൈവമക്കളെ, നെഹമ്യാ വന്ന് കണ്ട കാലവും ഇന്ന് നമ്മൾ കാണുന്നതും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ. അതെല്ലാം ഒരുപക്ഷെ സെയിം തന്നെയാണ്. ജനങ്ങളുടെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി. ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ കൊണ്ടാണ് ദൈവത്തിനു വേണ്ടി ഒരുവനെങ്കിലും നേരെ നിൽക്കുവാൻ ശ്രമിച്ചാൽ ദൈവപ്രവൃത്തി നടക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദൈവം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കൂടെ ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് പേരുടെ കൂട്ടത്തിൽ നെഹമ്യാവിന് മാറി നിന്നിട്ട് പറയാമായിരുന്നു, ഇമ്പോസിബിൾ, നടക്കാൻ പോകുന്നതല്ല എന്ന് പറയാമായിരുന്നു, ഇല്ലേ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസി ഇന്ന് രാത്രി ഇതിന്റെ അകത്തുണ്ട് എങ്കിൽ ആമേൻ, ഞാൻ പറയട്ടെ, പ്രാർത്ഥനാ മുറികളിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും വെറുതെ ആയി പോകത്തില്ല. അത് നേതൃത്വത്തിന്റെ ഒരു പടിയാണത്. സ്തോത്രം. ആ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. അതൊരു നെഹമ്യാവാണ്. ആമേൻ. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ദൈവദാസൻ ഇന്ന് രാത്രി ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ആമേൻ, അതൊരു നെഹമ്യാവാണ്. ദൈവസഭയുടെ ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിക്കും. യു മേ നോട്ട് ബി ദ പാസ്റ്റർ. നമ്മൾ പാസ്റ്റർ ആയിരിക്കത്തില്ല, സെൻട്രൽ പാസ്റ്റർ ആയിരിക്കത്തില്ല, നമ്മൾ കേവലം ഒരു വിശ്വാസിയാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കുവാനും, ഇനി നെഹമ്യാവിന്റെ 1-2 ഗുണങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറയാം, ആ സമയത്ത് അത് കൂടുതൽ വിവരിക്കാം. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എങ്കിൽ ദൈവപ്രവൃത്തി നടക്കും. നിങ്ങൾ മ്യൂട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്കൊന്ന് വായ കൊണ്ട് പറയാം, അൺമ്യൂട്ട് ചെയ്യണ്ട. ദൈവപ്രവൃത്തി നടക്കും. ആമേൻ. സ്തോത്രം. ഈ അധാർമികത നിറഞ്ഞിടത്ത് ദൈവപ്രവൃത്തി നടക്കും. ധാർമ്മികത നഷ്ടപ്പെട്ട ദൈവജനത്തിന്റെ ഇടയ്ക്ക് ദൈവപ്രവൃത്തി നടക്കും. ആമേൻ. മതിലിനൊരു പണി ഉണ്ടാവും. മതിലിന്റെ പണി പൂർത്തീകരിക്കും. അതിനുവേണ്ടി നെഹമ്യാവുമാരെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. സ്തോത്രം. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചതാ. നെഹമ്യാവ് വിശുദ്ധനായിരുന്നു, പ്രാർത്ഥന മനുഷ്യനായിരുന്നു, കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷെ നെഹമ്യാവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഈ ധാർമ്മികത നഷ്ടപ്പെട്ട ജനങ്ങളായിരുന്നു. ദൈവം അവരെ കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവമക്കളെ, നിരാശപ്പെട്ടു പോകരുത്. തകർന്നു പോകുമെന്നോ, ക്രിസ്ത്യാനിത്വം ഇല്ലാതെയായി പോകുമെന്നോ, ദൈവസഭകൾ പൂട്ടിക്കിടക്കേണ്ടി വരുമെന്നോ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു സമയം ഉണ്ടാകുമ്പോൾ അത് കർത്താവിന്റെ വരവിന്റെ സമയമായിരിക്കും. ആമേൻ. സ്തോത്രം. അത് നമ്മൾ വിശ്വസിക്കണം. കാരണം സഭ ആരുടെയും പ്രോപ്പർട്ടി അല്ല, സഭ ദൈവത്തിന്റെയാ. ആമേൻ. ഇന്ന് രാത്രി ചില പ്രവചന ശബ്ദമായിട്ട് ഇത് എന്റെ വായിൽ കൂടെ ദൈവം ഒരു പ്രവചന ശബ്ദമായിട്ട് ഇത് പുറപ്പെടുവിക്കുന്നു എന്ന് എനിക്കൊരു പൂർണ്ണമായ ഒരു കൺവിക്ഷൻ ഉണ്ട്. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് അതിനായിട്ട് നമ്മളെ ഉത്സാഹിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ നെഹമ്യാവിനെ കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എങ്കിലും ആ ഭാഗത്തേക്ക് പ്രധാനമായിട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ കീ വേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അവര് ആത്മാവിൽ ബലപ്പെട്ട് അവര് പെട്ടെന്ന് തന്നെ യെരൂശലേമിന്റെ പണി പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ദാനിയേലിന്റെ പ്രവചനങ്ങളുടെ പുസ്തകത്തിലും സെക്കരിയാവിന്റെ പ്രവചന പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യെരൂശലേം ദേവാലയത്തിന്റെ മതിലിന്റെ പുനർനിർമ്മിതി, അതിന്റെ പൂർത്തീകരണം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം.
അപ്പൊ ഇതിനു വേണ്ടി ദൈവം ഉപയോഗിച്ചത് കോരേശ് രാജാവിനെ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രധാന സന്ദേശത്തിന് എനിക്ക് ഒത്തിരി സമയം വേണം, എങ്കിലും ഇതിന്റെ പശ്ചാത്തലം പറയാതെ പോകാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് 4:10 മുതൽ 12 വരെയാണ് നമ്മൾ വായിച്ചത്. ദൈവം അതിനുവേണ്ടി ഉത്സാഹിപ്പിച്ചത് ആരെയാണ്? ഒരു പേർഷ്യൻ രാജാവായ കോരശിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സ്തോത്രം. പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഈ നെഹമ്യാവിനുണ്ടായിരുന്ന ഒരു വലിയ ശുശ്രൂഷ, ജോലി നെഹമ്യാവ് മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. നെഹമ്യാവ് അവിടെ വരുമ്പോൾ നെഹമ്യാവ് ഒരു വലിയ പ്രശ്നത്തെ കാണുന്നുണ്ട്. ആ പ്രശ്നത്തെ കണ്ടുകൊണ്ട് നെഹമ്യാവ് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. പെട്ടെന്ന് ഞാൻ ആ ഭാഗത്തേക്ക് വിട്ടിട്ട് പെട്ടെന്ന് ഞാൻ കടന്നു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. നെഹമ്യാവ് ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ? ദൈവമക്കളെ, നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, 4:13 നമ്മൾ കാണുന്നത് പരിഹാസം, വിമർശനം. നെഹമ്യാവ് നേരിടുന്ന ചില പ്രശ്നങ്ങളാണ് പരിഹാസവും വിമർശനവും. സ്തോത്രം. ഇതിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും? സ്തോത്രം. ഇല്ലേ? ഒരുപക്ഷെ നമ്മൾ ഒത്തിരി പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിടുന്നവരാണ്, പ്രത്യേകിച്ച് പെന്തക്കോസുകാര്, അല്ലേ? പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിടുന്നവരാണ്. ദൈവമക്കളെ, ഞാൻ ഇത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 2 രീതിയിലായിരുന്നു. ഒന്ന്, പുറത്തു നിന്നുള്ള ഉപദ്രവങ്ങള്, 2 അകത്തു നിന്ന് തന്നെയുള്ള ഉപദ്രവങ്ങൾ. സ്തോത്രം. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ, വിദ്വാന് നക്ഷത്രം മതി എന്നൊരു ചൊല്ലുണ്ട്, അല്ലേ? എ സ്റ്റാർ ഈസ് ഇനഫ് ഫോർ എ വൈസ് മാൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി, നിങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്യാനും അത് വളരെ വിശദമായിട്ട് ചിന്തിച്ച് അതിന്റെ ആഴത്തിലേക്ക് പോകാനുള്ള കഴിവ് ദൈവമക്കൾ നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല. ഞാൻ അത് പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. അകത്തു നിന്നുള്ള ഉപദ്രവം, പുറത്തു നിന്നുള്ള ഉപദ്രവം. അപ്പൊ ദൈവസഭ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും പുറത്തു നിന്നുള്ളതിനേക്കാൾ കൂടുതൽ പലപ്പോഴും അകത്തു നിന്നുള്ളതാണ്, അല്ലെ? നെഹമ്യാവ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളില് പരിഹാസങ്ങളും വിമർശനങ്ങളും പുറത്തു നിന്നുള്ളതിനേക്കാൾ കൂടുതൽ അകത്തു നിന്നുള്ളതാണ്. 2, അപമാനം, ഇല്ലേ? അപമാനം അതൊത്തിരി സഹിച്ചു. 4:5 വാക്യം. ഇനി അടുത്തത് പരസ്യമായുള്ള വെല്ലുവിളികള്. പരിഹാസവും വിമർശനവും ഫലിക്കാതെ വന്നപ്പം 4:7 മുതൽ 12 വരെ നമ്മൾ കാണുന്നത് നെഹമ്യാവിനും ദൈവജനത്തിനുമെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം പരിഹാസം, വിമർശനം, അപമാനം. ഇതിലൊന്നും ഒരു ദൈവ പൈതലിനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ലെന്ന് പൈശാചികനും അവന്റെ കൂട്ടാളികൾക്കും മനസ്സിലായി കഴിയുമ്പോഴാണ് അടുത്ത ലെവലിലേക്ക്, പരസ്യമായ ആക്രമണത്തിലേക്ക്, യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം ഇതിൽ കൂടെ ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിക്കാൻ കൃപ ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആമേൻ. അപമാനം സഹിക്കേണ്ടി വരുമ്പോൾ അപമാനത്തെ മാനമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ കൃപ ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യുദ്ധം നേരിടേണ്ടി വന്നാലും യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞ് അതിനെ നേരിടുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് വന്ന കാര്യങ്ങൾ. ആന്തരികമായുള്ള പ്രശ്നങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. സ്തോത്രം. ആ ഭാഗത്തിലേക്ക് ഇനി ഞാൻ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. അപ്പൊ ഇതിന്റെ മുമ്പിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദൈവം എന്തുകൊണ്ടാണ് നെഹമ്യാവിനെ തെരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് നെഹമ്യാവിനെ തെരഞ്ഞെടുത്തത്? സ്തോത്രം. 3 കാര്യങ്ങൾ ഞാൻ അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഹി വാസ് എ മാൻ ഓഫ് ബേർഡൻ. എന്നാ നമ്മൾ പറയുന്നത്? പാഷനേറ്റ്, ബേർഡൻ എന്നാ, നമ്മൾ അതിനൊരു വാക്ക് ഉപയോഗിക്കുമായിരുന്നു, ഐ എം സോറി. വളരെ ആത്മഭാരമുള്ള, സ്തോത്രം, അതെ, വളരെ ആത്മഭാരമുള്ള മനുഷ്യനായിരുന്നു നെഹമ്യാവ്. 1-ാമത്തെ നെഹമ്യാവിന്റെ ഗുണം ആത്മഭാരമുള്ള മനുഷ്യനായിരുന്നു. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. യെരുശലേമിലാണ്, രാജാവിന്റെ കൊട്ടാരത്തിലാണ് നെഹമ്യാവ്. ഇതൊരു കഥ പോലെ നിങ്ങൾക്കറിയാം, ഞാൻ അതുകൊണ്ട് അത് വിവരിക്കുന്നില്ല. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുവാൻ അവസരം ഉണ്ടായിരുന്നിട്ടും, ഇതിപ്പോ ഇച്ചിരൂടെ തെളിച്ചു പറഞ്ഞാൽ അമേരിക്കയിൽ പോയവരെ ഓർത്തേ,
നമ്മൾ പലരും അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, ഒരു പക്ഷേ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും ഒക്കെ അമേരിക്കയിലുള്ളവരും ഒക്കെ ഉണ്ടാവാം. മേ ബി ഇൻ യൂറോപ്യൻ കൺട്രിയിൽ, ഓസ്ട്രേലിയ. ഞാൻ നിങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്, നിങ്ങളെയും കൂടെ അപ്രീഷിയേറ്റ് ചെയ്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സി നിങ്ങളിപ്പോ അവിടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുപക്ഷെ സന്തോഷകരമായി പോകുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, എനിക്കറിയാം, ഞാനൊരു 45 ദിവസത്തേക്ക് ഹോങ്കോങ്ങിൽ പോയിട്ട് വന്ന പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ലായിരുന്നു. പിന്നെ അടുത്ത 45 ദിവസവും എനിക്ക് ഹോങ്കോങ്ങിനെ കുറിച്ച് വർണ്ണിക്കാനേ നേരമുള്ളായിരുന്നു. ഞാൻ വന്നിട്ട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോങ്കോങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളം ഒരു 50 വർഷം പുറകിലാണെന്ന് ഞാൻ പറയും. ഇന്ത്യ ഒരു 100 years ബാക്കിലാണെന്ന് ഞാൻ പറഞ്ഞത്. ദാറ്റ് മച്ച് അഡ്വാൻസ്ഡ് നമുക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അവിടെ ആയിരിക്കുമ്പോഴും ഇങ്ങനെ ഓരോ സന്തോഷങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും നമുക്കൊരു ബേർഡൻ ഉണ്ടോ, ഒരു ആത്മഭാരമുണ്ടോ നമ്മൾ ഇന്ത്യയെ കുറിച്ച് കേൾക്കുമ്പോൾ? ദൈവമക്കളെ, ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമായിട്ടല്ല ഞാൻ പറയുന്നത്. വാട്ട് ഐ ആം ട്രൈങ് ടു സേ, നെഹമ്യാവ് കൊട്ടാരത്തിലാ, അവിടെ വളരെ ഹാപ്പിയാ. ഇനി യെരുശലേമിൽ എന്ത് സംഭവിക്കുന്നെന്നോ, യഹൂദരുടെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നെന്നോ, യെരുശലേം ദേവാലയത്തിന്റെ കാര്യം എന്തായെന്നോ, മതിലിന്റെ കാര്യം എന്തായതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം നെഹമ്യാവിനില്ല. കാരണം നെഹമ്യാവിന് അതിനേക്കാൾ കൂടുതൽ ജോലി ഭാരം അവിടെ ഉണ്ട്. അത്രയും ജോലി ഭാരങ്ങള് ഉള്ള നെഹമ്യാവിന്റെ ചിന്ത എപ്പോഴും യെരുശലേമിനെ കുറിച്ചാണ്. നവോമി മോവാബിലേക്ക് പോയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവം ബേത്ലഹേമിന്റെ അവസ്ഥ മാറ്റി എന്ന് അവൾ കേട്ടു. അവിടെ ആയിരിക്കുമ്പോഴും നവോമിയുടെ ചെവി തുറന്നിരിക്കുന്നത് എപ്പോഴും ബേത്ലഹേമിന്റെ അവസ്ഥയെക്കുറിച്ച് കേൾക്കാനായിട്ടാണ്. ആമേൻ. ഇന്ന് രാത്രി ദൈവജനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. നെഹമ്യാവിന്റെ എപ്പോഴത്തെയും ചിന്ത, ഹി വാസ് എ മാൻ ഓഫ് ബേർഡൻ. വളരെ ആത്മഭാരമുള്ള, യെരുശലേമിനെ കുറിച്ചുള്ള ചിന്തയുള്ള, ദൈവവേലയെക്കുറിച്ച് ആത്മഭാരമുള്ള ചിന്തയുള്ള ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. 2, ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. 3, ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ. വിശ്വാസത്തിന്റെയും ആക്ഷൻ എന്ന പ്രവൃത്തിയുടെയും മനുഷ്യനായിരുന്നു നെഹമ്യാവ്. സ്തോത്രം. അപ്പോൾ ആത്മഭാരം കൊണ്ട് മാത്രം കാര്യമില്ല. 2, പ്രാർത്ഥനയും കൂടെ വേണം. ആത്മഭാരവും പ്രാർത്ഥനയും ഉള്ളപ്പോൾ തന്നെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തിയും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേട്ടത്, നെഹമ്യാവുമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. വഷളത്വമുള്ള തലമുറയിൽ ദൈവസഭയുടെ പണിക്ക് വേണ്ടി ദൈവം നെഹമ്യാവുമാരെ എഴുന്നേൽപ്പിക്കും. പക്ഷെ അത് എങ്ങനെയുള്ള നെഹമ്യാവുമാരാ? ആത്മഭാരമുള്ള നെഹമ്യാവുമാര്. ആമേൻ. പ്രാർത്ഥനയുള്ള നെഹമ്യാവുമാര്. അവിടെ കൊണ്ട് തീർന്നില്ല. ആമേൻ. സ്തോത്രം. വിശ്വാസത്തോടുകൂടെ കാല് വെച്ച് പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുന്ന ആമേൻ നെഹമ്യാവുമാര്. ആത്മഭാരം ഒത്തിരി പേരുണ്ട്, കരയും. നെഹമ്യാവ് കരഞ്ഞതുപോലെ ഒത്തിരി കരയും. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാ, നിരുത്സാഹമാ. നമ്മൾ അതിനു വേണ്ടി പ്രവൃത്തിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പലപ്പോഴും നമ്മൾ ഉത്സാഹിക്കാറില്ല. പക്ഷെ ഇന്ന് രാത്രി നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് ഈ 3 ഗുണങ്ങൾ ഉണ്ടാകണം. സ്തോത്രം. അപ്പൊ ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഇനി നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. അവിടെ 4 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഈ ഭാഗം അവസാനിപ്പിക്കാം. സ്തോത്രം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, 2 രീതിയിലുള്ള ഡിസ്കറേജ്മെന്റുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അത് 1 പുറത്തു നിന്ന്, 2 അകത്തു നിന്ന് വരുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞത്. ഇനി 4-ാം അധ്യായം 10-ാം വാക്യം ഞാൻ മുമ്പേ ഒന്ന് വായിക്കാൻ പറഞ്ഞായിരുന്നു. ഒന്നുകൂടെ വായിക്കാമോ? 4-ാം അധ്യായം 10-ാം വാക്യം. ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും അതെ, നമ്മൾ 4 പ്രോബ്ലംസ് ആണ് കാണുന്നത്. 10-ാം വാക്യത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, ഇപ്പം അവര് എക്സോസ്റ്റഡ് ആയി, അല്ലെ? ലൂസിങ് അപ്പം their strength. ഒന്നാമത് നമ്മൾ കാണുന്നത്, അവരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. ലൂസിങ് their strength. സ്തോത്രം. നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, വളരെ ഉത്സാഹത്തോടു കൂടി ദൈവവേല ആരംഭിച്ചവരാണ്. അവര് പറഞ്ഞത്, ഞങ്ങള് അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഇപ്പോൾ ഇത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞവരാ. പക്ഷേ നിരുത്സാഹത്തിന്റെ ചില കാരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഡിസ്കറേജ്മെന്റിന്റെ ചില കാരണങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം.
വിശ്വാസ ജീവിതത്തിൽ പലരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ മടിയന്മാരല്ല നിരാശപ്പെട്ട സാക്ഷ്യങ്ങൾ പലതും പറഞ്ഞിട്ടുള്ളത്. അല്ലേ ദൈവമക്കളെ? സ്തോത്രം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മീ. മടിയന്മാരോ മടിയത്തികളോ അല്ല പലപ്പോഴും നിരാശയുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദൈവവചനത്തിൽ കൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഏലിയാവിനെ പോലെ ധീരന്മാർ, അല്ലേ, കർത്താവിന് വേണ്ടി ഓടി അധ്വാനിച്ച ധീരന്മാർ, പിന്നീട് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ വിചാരിച്ച അത്രയും രീതിയിൽ മോശ ഒക്കെ പോലുള്ളവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നപ്പം അവര് നിരാശപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ കർത്താവിന്റെ അടുക്കിലേക്ക് വിട്ടിട്ട് കർത്താവിനോട് ചോദിക്കും, വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? കർത്താവ് പറയാ യോഹന്നാനോട്, ചെന്ന് നീ പറ, കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നീ ചെന്ന് പറ, എങ്കിൽ ഇടറി പോകാത്തവന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവപൈതല പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത്, ഉത്സാഹിക്കുന്ന ദൈവപൈതല പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത്, അധ്വാനിക്കുന്ന ദൈവപൈതല പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത്, ഒരുപാട് കർത്താവിന്റെ വേലയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവപൈതല പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർക്ക് വലിയ തീവ്രമായ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, വലിയൊരു ആശയുണ്ടായിരുന്നു. ശിഷ്യന്മാരെ പോലെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി രാജ്യം സ്ഥാപിക്കും. അത് ഭൗമികമായിരുന്നു. ഐ എം സോറി, അവരെ കോട്ട് ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ പറയാം. ഭൗമികമായിരുന്നു. കർത്താവ് അവർക്ക് വേണ്ടി ഒരു ഭൗമികമായ രാജ്യം ഇപ്പോൾ സ്ഥാപിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ നിരാശപ്പെട്ടു പോയി. പക്ഷേ ദൈവസഭയിലെ പലരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവമക്കളെ, ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ഒത്തിരി അധ്വാനിക്കുകയും ഒത്തിരി ഓടുകയും ഒത്തിരി കാത്തിരിക്കുകയും ദൈവപ്രവൃത്തി കാണുമെന്ന് വിചാരിച്ചവരുടെ നിരാശയുടെ സാക്ഷ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ യഹൂദ ജനത്തെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. സ്തോത്രം. നമ്മൾ ഓർക്കണം അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അവിടെ നിന്ന് ഈ നെഹമ്യാവിന്റെ വാക്കുകളിൽ എന്താ പറയുന്ന ബലം പ്രാപിച്ച മതിലിന്റെ പണി തുടങ്ങിയവരാ. ശത്രുവിന്റെ പദ്ധതി ഒരിക്കലും നിന്നുപോയില്ല. മതിലിന്റെ പണി തുടങ്ങിയപ്പോൾ ശത്രുവിന്റെ പദ്ധതി നിന്നുപോയോ? ഇല്ല. സ്തോത്രം. ഒരു സൈഡിൽ കൂടെ മതിലിന്റെ പണി ഉയരുമ്പോൾ അതിനേക്കാൾ ശക്തമായി ശത്രുവിന്റെ ആരവാരങ്ങള് ആമേൻ ഒരു സൈഡിൽ കൂടെ കയറുകയായിരുന്നു. 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. എങ്കിലും ഒന്ന് ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് വേണ്ടി പെട്ടെന്നൊന്ന് ഓടിച്ചു വായിച്ച് 4-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൽബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ഞാൻ ആദ്യം പറഞ്ഞു അപമാനം, എന്തൊക്കെ രീതിയിലുള്ള വാക്യങ്ങളാ. ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ലുകളെ ജീവിപ്പിക്കുമോ? ഇനി അടുത്തത്, കുറുക്കൻ കേറിയാലും മറിഞ്ഞു വീഴുന്ന ഒരു മതിലാണ് ഇവരുണ്ടാക്കാൻ പോകുന്നത്. സ്തോത്രം. ഈ മതിലിന്റെ ആഴവും വീതി നീളവും ഗുണവും ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ലല്ലോ ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ നിരുത്സാഹത്തിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ ഇവിടെ കണ്ടു. അവര് തന്നെ പറയുകയാണ്, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. സ്തോത്രം. വളരെ അധ്വാനം ചെയ്തു, വളരെ കാലം ഒത്തിരി ഓടി, ഇപ്പൊ അവർ തകർന്നു പോയി. തളർച്ചയും നിരുത്സാഹവും സാധാരണയായി സംഭവിക്കുന്നത് നമ്മളൊരു പാതി വഴിയിൽ എത്തുമ്പോഴാണ്, അല്ലേ? ഞാനത് ആദ്യമേ പറഞ്ഞതാ. ആദ്യത്തെ ഉത്സാഹത്തിൽ ഒരു മലയെ ഓടിക്കയറാനായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു ഒറ്റ ഓട്ടമാ, ഓടി പകുതി വരെ ചെന്ന് നിന്നിട്ടാണ് അണയ്ക്കുന്നത്. എന്നിട്ട് പുറകോട്ട് നോക്കും, അയ്യോ ഇത് ഞാൻ തന്നെയാണോ ഇവിടെ വരെ വന്നത്? അവിടെ വരെ അവർ വന്നത് അവർക്ക് അറിയത്തില്ല. ഇത്രയും ഉത്സാഹത്തിൽ വന്ന് കയറി പാതി വഴിയിലായപ്പം കിതയ്ക്കാൻ തുടങ്ങി. അതിനേക്കാൾ കൂടുതൽ പ്രശ്നം രണ്ടാമത്തെ പോയിന്റിൽ ഞാനത് പറയാം. ദൈവമക്കളെ, പലരും സാക്ഷി പറയുന്നത് ഇങ്ങനെ, സഭയിൽ എഴുന്നേറ്റ് നിന്ന്, അയ്യോ ഇതൊക്കെയാണെന്ന് അറിയുവാൻ ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു ദൈവമക്കളെ. ഇല്ലേ, കുടുംബത്തിലെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒത്തിരി പേരുണ്ട്.
ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, 1-2 പേരോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും സമയം പോയിട്ടൊന്നുമില്ല, തിരിച്ചു പോകാം. ആരും പിടിച്ചു നിർത്തുന്നില്ല. പോകണമെങ്കിൽ പോകാം. പെന്തക്കോസിലെ പല പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ പലപ്പോഴും പറയുന്നു, ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഇറങ്ങണ്ടായിരുന്നു. ഇനിയും സമയമുണ്ട്, തിരിച്ചു പോകാം. സ്തോത്രം. അപ്പോൾ വളരെ ഓടി, വളരെ അധ്വാനിച്ചു, പാതി വഴിയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും നിരാശയും തളർച്ചയും നമ്മളെ ബാധിക്കുന്നത്. അവരിത് എപ്പോഴാ പറഞ്ഞത്? 6-ാം വാക്യത്തിൽ, അങ്ങനെ ഞങ്ങൾ മതിലിന്റെ പണി പകുതി വരെ ആക്കി തീർത്തു. ഇല്ലേ? ഒരു കാര്യം ചെയ്യാൻ എല്ലാവർക്കും ആദ്യം ഭയങ്കര ഉത്സാഹമാണ്. എനിക്ക് ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങും. കാരണം ഞാൻ കയറാറില്ല, എത്തിരി തിരക്കിന്റെ ഇടയ്ക്കിൽ ഞാൻ കയറാറില്ല. നിങ്ങൾ റെഗുലറായിട്ട് എല്ലാ ആഴ്ചയും വരുന്ന. ഇപ്പൊ ഇത് തുടങ്ങിയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എനിക്കറിയത്തില്ല, നിങ്ങൾ എന്നോട് പിണങ്ങല്ലെങ്കിൽ ഞാനൊരു ഒരു 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 കാര്യം ജനങ്ങൾ പറയുക. സ്തോത്രം. ആദ്യം നമുക്കെല്ലാവർക്കും വളരെ ഉത്സാഹം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഐ ആം നോട്ട് ഷുവർ, ബട്ട് സ്റ്റിൽ ഓക്കെ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ഉത്സാഹമായിരുന്നു ആദ്യങ്ങളിൽ. പിന്നീട് നിരാശപ്പെട്ടു പോവുക, നിരുത്സാഹപ്പെട്ടു പോവുക. പാതി വഴിയിലെത്തിയപ്പം സ്തോത്രം. ഇതാണ്. അപ്പൊ ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ഊർജമാണ്, എന്നാൽ അതിന്റെ പകുതി എത്തുമ്പോഴേക്കാണ് നമ്മൾ ക്ഷീണിതരാകുന്നത്. സ്തോത്രം. താഴെ കയറി കഴിഞ്ഞ അത്രയും ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ആശ്ചര്യമാണ്. പക്ഷെ മുമ്പോട്ട് നോക്കുമ്പോൾ അത് നമ്മളെ പേടിപ്പെടുത്തുന്നു. എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയില് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ചോദിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ വേലയിൽ വ്യാപൃതർ എന്ന് പറയുമ്പോൾ ഞാൻ പാസ്റ്ററൽ മിനിസ്ട്രിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതൊന്നു മാത്രമാണ്. വിവിധമായ തലങ്ങളിൽ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും വസ്തുതകൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടോ? ഏതെങ്കിലും വസ്തുതകൾ നിങ്ങളെ തളർത്തുന്നുണ്ടോ? ഏതെങ്കിലും ചിന്താശകലങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഏതെങ്കിലും വിഷമസ്ഥിതികൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. കർത്താവിന്റെ വേലയെ കുറിച്ച് വളരെ ചിന്തിച്ചു, വളരെ ഉത്സാഹിച്ചു, വളരെ ഓടി, വളരെ കൊടുത്തു, വളരെ പ്രാർത്ഥിച്ചു, വളരെ കൈ കൊടുത്തു, വളരെ കൈത്താങ്ങൽ കൊടുത്തു. ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പൊ തന്നെ ഈ മതിലിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. നോ. സ്തോത്രം. പല സ്ഥലത്തും നമ്മൾ പൈനിയർ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവിന്റെ ദാസന്മാരെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ സാമ്പത്തിക നന്മ കൊടുത്ത് സഹായിക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞു 1 മാസം കഴിയുമ്പോൾ അവിടെ സഭ ഉണ്ടാകണമെന്നാ. നമ്മുടെ വിചാരം 2-ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് ഹോള് പണിയണമെന്നാ. നമ്മുടെ വിചാരം 3-ാമത്തെ മാസം ആകുമ്പോൾ അവിടെ മാസയോഗം നടത്തണമെന്നാ. നമ്മുടെ വിചാരം അടുത്ത വർഷം ആകുമ്പോഴത്തേക്കിന് അതിന്റെ വേറൊരു സഭ ഉണ്ടാകണമെന്നാ. ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ 6 മാസം കഴിയുമ്പോഴും വിളിക്കുമ്പോഴും, പാസ്റ്ററെ എത്ര പേരായി, 50 പേരായോ എന്ന് ചോദിക്കുമ്പോൾ, ദേവാസനെ 1-2 പേരൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൊടുക്കാനുള്ള നമ്മുടെ മനസ്സ് തണുത്തു പോവുക. ഓ, ഇങ്ങനെ കൊടുത്തിട്ട് എന്നാ കാണിക്കാനാ? വേണ്ട, കൊടുപ്പ് നിർത്തുക. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പൊ പ്രാർത്ഥനയെ നിർത്തി. പ്രാർത്ഥിച്ചിട്ടും വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അവിടെ ഒന്നും നടക്കുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതും അവിടുന്നുള്ള അനേകരെ കർത്താവിന്റെ വേലയിലേക്ക് പരിശീലിപ്പിക്കുന്ന ഒരു ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒരിക്കലും കർത്താവിന്റെ വേലയെ നമ്മുടെ പ്രവർത്തി കൊണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ സമയമുണ്ട്. ആമേൻ. ഒരായുസ് മുഴുവനും പ്രവർത്തിച്ചാലും ഒരാളെ പോലും ദൈവഭാഗത്തേക്ക് വരാൻ കഴിയാത്ത അനേക ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകാം. അവർ വിശ്വസ്തരായിരുന്നു എന്ന് മാത്രമേ കർത്താവ് നോക്കുന്നുള്ളൂ. ആമേൻ. കർത്താവ് എണ്ണം ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, കർത്താവിന്റെ വചനത്തിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണുന്നില്ലെന്നോ, കൊടുത്തിട്ടും വേല നടക്കുന്നില്ലെന്നോ, ഞാൻ ഒരാൾ അധ്വാനിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലെന്നോ ഓർത്ത് നിരാശപ്പെടരുത്. പാതി വഴിയേ ആയിട്ടുള്ളൂ. അടുത്തൊരു പാതി വഴി നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. അതിന്റെ പൂർത്തീകരണം നമ്മൾ കണ്ടിട്ടില്ല. ദൈവം നമ്മളെ വിളിച്ചത് പകുതിക്ക് കൊണ്ട് മതിലിന്റെ പണി നിർത്താനല്ല. ദൈവം നമ്മളെ വിളിച്ചത് മതിലിന്റെ പൂർത്തീകരണം കാണാനാ. അത് കാണുന്നിടം വരെ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, നിരുത്സാഹപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി അങ്ങനെ നിരുത്സാഹപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിങ്കിലേക്കൊന്ന് തിരിഞ്ഞ് യുണൈറ്റ് ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം. 2-ാം ഭാഗത്തിലേക്ക്, അടുത്ത വാക്യത്തെ, അതേ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. കല്ലും മണ്ണും ഇനിയും കിടക്കുന്നു. സ്തോത്രം. കല്ലും മണ്ണും ഇനിയും കിടക്കുന്നു, അല്ലെ? അവരുടെ ദർശനം നഷ്ടപ്പെടുന്നു. 1, അവരുടെ ശക്തി ക്ഷയിക്കുന്നു. 2, അവരുടെ ദർശനം നഷ്ടപ്പെടുന്നു. സ്തോത്രം. നോക്കിക്കേ, അവരെന്താ പറയുന്നത്? കല്ലും മണ്ണും ഇനിയും കിടക്കുന്നു.
അപ്പൊ നമ്മൾ ആദ്യം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചു തുടങ്ങിയത് എന്നതായിരുന്നു ദൈവമക്കളെ? ഒന്ന് പറഞ്ഞേ. ചണ്ടിക്കൂമ്പാരങ്ങൾ. ചണ്ടിക്കൂമ്പാരങ്ങൾ, ഒന്നുമില്ലാതെ വെന്ത് വെണ്ണീറായി കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് പണി തുടങ്ങിയവരാ അല്ലേ? റബ്ബിഷ് നമ്മൾ പറയത്തില്ലേ? റബ്ബിഷ്, ഡെബ്രിസ്, റബ്ബിഷ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എവിടെ നോക്കിയാലും നമ്മളിപ്പോ ഒരു വീടിന്റെ പണി ചെയ്യുവാണെങ്കിൽ, നിങ്ങളൊക്കെ പലരും വീടിന്റെ പണി ചെയ്തവരൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയട്ടെ, ഒരു വീടിന്റെ പണി ചെയ്യുവാണെങ്കിൽ, അല്ലെ പോട്ടെ, നമ്മുടെ വീടിന്റെ അകത്തോട്ട് ആരെങ്കിലും ഗസ്റ്റ് വരുന്നത് നോക്കുമ്പോൾ there are too much rubbish. എവിടെ തിരിഞ്ഞു നോക്കിയാലും കച്ചറ 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 കച്ചറ. അത് നമ്മളെ കാണുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആണോ തരുന്നത്? ഹാപ്പിനെസ് ആണോ തരുന്നത്? അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചേതോവികാരം എന്താ? ഫെഡപ്പ് അല്ലേ? ഉള്ള പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഇതേ ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എവിടൊക്കെ നോക്കിയാലും they discovered that waste and that remains everywhere on the way. എവിടെ നോക്കിയാലും അവർക്ക് അത് മാത്രമേ കാണാനുള്ളൂ. ഈ റബ്ബിഷ് കണ്ട് 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 അവർക്ക് ഫ്രസ്ട്രേഷൻ ആയി അല്ലേ? എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു വീടിന്റെ പണി തുടങ്ങുമ്പോൾ നമ്മൾ ഇറക്കിയിട്ട് അത്രയും മെറ്റിലും അത്രയും സിമെന്റും അത്രയും കട്ടയും ഒക്കെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത് പകുതിയാകുമ്പം? അല്ല, അതിന്റെ പകുതിയോളം ഉപയോഗിച്ച് കഴിഞ്ഞു, ബാക്കി പകുതിയെ കിടക്കുന്നുള്ളൂ. സ്തോത്രം. ഈ മതില് പണി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കല്ലും മണ്ണും അത്രയില്ല. അന്ന് അവർ കണ്ട ചണ്ടിക്കൂമ്പാരങ്ങൾ ഇന്ന് അവിടെ ഇല്ല. അതിന്റെ പകുതിയോളം പൂർത്തീകരിച്ച് കഴിഞ്ഞു. സ്തോത്രം. ഇനി എത്ര കിടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ബാക്കിയെ പകുതിയെ അവിടെ കിടക്കുന്നുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം, ആമേൻ, ഒരുപക്ഷെ നമ്മുടെ വഴിയിൽ കിടക്കുന്ന ഈ അവശിഷ്ടങ്ങളാകാം നമ്മളെ ഒത്തിരി നിരാശപ്പെടുത്തുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നിറവേറ്റുന്നതിന് തടസ്സമായി നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരുപക്ഷെ ഈ മാലിന്യങ്ങളാകാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ മാലിന്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആമേൻ. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നമ്മൾ കാണുന്നത് അവരുടെ ആമേൻ അവരുടെ വിഷൻ, അവരുടെ ദർശനം നഷ്ടപ്പെടുക. കല്ലും മണ്ണും ഇനിയും കിടക്കുന്നു. കല്ലും മണ്ണും ഇനിയും കിടക്കുന്നു. സ്തോത്രം. സമയം മുമ്പോട്ട് പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് വരട്ടെ. ദൈവമക്കളെ, പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പേടിയില്ലായിരുന്നു. കാറ്റും കടലും കാറ്റും കോളും കണ്ടപ്പോൾ പേടിയില്ലായിരുന്നു. അതിന്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ പേടിയില്ലായിരുന്നു. കാല് നനയുമ്പോഴും പേടിയില്ലായിരുന്നു. കാരണം പത്രോസിന്റെ നോട്ടം കർത്താവിന്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ മുഖത്തു നിന്ന് പത്രോസ് എപ്പം നോട്ടം മാറ്റി തിരമാലകളിലേക്കും കടലിന്റെ ഹുങ്കാര പ്രതാപത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ കാലുകൾ ആഴത്തിൽ താഴാൻ തുടങ്ങി. സ്തോത്രം. ദർശനം നഷ്ടപ്പെടുന്നത് കർത്താവിന്റെ മുഖത്തു നിന്ന് കണ്ണു പറിക്കുമ്പോഴാണ് ദർശനം നഷ്ടപ്പെടുന്നത്. മതിലിന്റെ പണി നടക്കുന്നിടത്ത് മതിലിലേക്ക് നോക്കിക്കൊണ്ട് മാത്രം പണിയുമ്പോൾ മതിലിന്റെ പണി നടന്നുകൊണ്ടിരിക്കും, കല്ലും മണ്ണും കാണാൻ കഴിയുന്നില്ല. മറിച്ച് അവരുടെ നോട്ടം മതിലിൽ നിന്ന് ആമേൻ ചണ്ടിക്കൂമ്പാരങ്ങളിലേക്കായപ്പോൾ, മതിലിൽ നിന്ന് കണ്ണ് പറഞ്ഞ് ആമേൻ ഡെബ്രിസിലേക്ക്, എന്താ പറയുന്നത്, ഈ കല്ലും മണ്ണിലേക്കും ആയപ്പോൾ അവര് പറയുക, ഇനി കല്ലും മണ്ണും കിടക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. നോട്ടം കർത്താവിങ്കിൽ നിന്ന് മാറ്റരുത്. നോട്ടം ലക്ഷ്യത്തിൽ നിന്ന് മാറ്റരുത്. നോട്ടം ആമേൻ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് മാറ്റരുത്. പൈശാചികൻ നമ്മുടെ നോട്ടം മാറ്റാൻ ശ്രമിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ആമേൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നോക്കുവാൻ ഒരിടം ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നമുക്ക് നോക്കാം. കല്ലും മണ്ണും ആമേൻ അതിലേക്ക് നോക്കിയാൽ നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടു പോകും. ഞാൻ നിർത്താം. മൂന്നാമത്തെ കാര്യം, ആമേൻ, അതിന്റെ 10-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവര് പറയുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയത്തില്ല. ലൂസിങ് ദെയർ അഷുറൻസ്. ഒന്നാമത്തെ ഏതായിരുന്നു? ലൂസിങ് ദെയർ സ്ട്രെങ്ത്. രണ്ടാമത്തെ എന്തായിരുന്നു? ലൂസിങ് ദെയർ വിഷൻ. മൂന്നാമത്തെ എന്തുവാ? ലൂസിങ് ദെയർ ആമേൻ
അഷ്വറൻസ്, അവരുടെ ഉറപ്പ് നഷ്ടപ്പെടുകയാ. അവർ പറയുക, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. നോക്കിക്കേ ദൈവമക്കളെ, ഇത് തുടങ്ങിയപ്പോ ഇങ്ങനെ അല്ലായിരുന്നു. തുടങ്ങിയപ്പം ഉത്സാഹത്തോടെ തുടങ്ങി. പക്ഷെ കാര്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ, ആമേൻ, ശത്രുവിന്റെ മേൽ വിജയം നേടി എന്ന് തോന്നുമ്പോൾ അവര് പറയുകയാണ്, ആകയാൽ നമുക്ക് ഇത് നെയ്യുവാൻ കഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞവര്, സ്തോത്രം, മതില് പൂർത്തീകരിക്കേണ്ട സമയമായപ്പോഴേക്ക് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെന്നോർത്ത് അവര് നിരാശപ്പെട്ടു പോയപ്പോൾ, അവര് പരാജയപ്പെട്ടു പോയെന്ന് അവര് ചിന്തിച്ചു. പരീക്ഷ എഴുതുന്ന കൊച്ച് 2-3 പരീക്ഷയിൽ തോറ്റു കഴിയുമ്പോ കൊച്ചുടനെ പറയും, ഇനി ഞാൻ പഠിക്കുന്നില്ല. കഴിഞ്ഞു. 3 പരീക്ഷയെ തോറ്റുള്ളൂ, 7 പരീക്ഷയ്ക്ക് ജയിച്ചു, 3 എണ്ണത്തിന് തോറ്റു. കൊച്ചു പറയുന്നത്, ഇനി ഞാൻ പഠിക്കുന്നില്ല. നോ, ഐ കാനോട്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല, തോറ്റു പോകത്തേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അതാണ് മുമ്പേ പറഞ്ഞത്, ആ ഭാഗം ഞാൻ വീണ്ടും പറയട്ടെ. ദൈവം നമ്മളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിരാശയ്ക്ക് അവിടെ സ്ഥാനം ഉണ്ടാകരുത്. ആത്മവിശ്വാസം കൈവിട്ടു പോകരുത്. ആമേൻ. സ്ഥിരോത്സാഹം നഷ്ടപ്പെട്ടു പോകരുത്. ലക്ഷ്യം നേടുന്നതിൽ നാം പരാജയപ്പെട്ടു പോകരുത്. പരാജയമാ പലപ്പോഴും നിരാശയുടെ കാരണം. ആമേൻ. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, വിജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്ന, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആകയാൽ ഉറപ്പ് നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയരുത്, തളർന്നു പോകുമെന്ന് പറയരുത്, ചെന്നെത്താൻ പറ്റത്തില്ലെന്ന് പറയരുത്, മതിലിന്റെ പണി നടക്കത്തില്ലെന്ന് പറയരുത്, അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്, നിരാശയുടെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്. സ്തോത്രം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണോ ആ ഒരു ഭാഗത്ത് തന്നെ ഉറച്ചു നിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. അടുത്തത് 4-ാമത്തത് 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ആ 10 മുതൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ മതി പെട്ടെന്ന്. ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനി കിടക്കുന്നു. ആകയാൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കൾ അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിൻപുറത്തുള്ള പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടന്നിരുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ഞാൻ നോക്കി സ്തോത്രം. മതി. ഞാൻ അത് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, മതിലിന്റെ പണി പൂർത്തീകരിക്കുന്ന ഭാഗത്തെ കുറിച്ച് പറയുന്നത് 11-ാം വാക്യം മാത്രം നമുക്ക്. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയോ കാണുകയോ അരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിച്ചോ ദൈവമക്കളെ? ഈ സ്ട്രാറ്റജി കണ്ടോ? പൈശാചികന്റെ സ്ട്രാറ്റജി കണ്ടോ? അപമാനം, പരിഹാസം, വിമർശനം, കളിയാക്കൽ, ഇതിനൊന്നിനും ഇവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ പരസ്യ യുദ്ധം, അതിനും അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ ശത്രുവിന്റെ അവസാനത്തെ അടവാണ് അവരവിടെ എടുക്കുന്നത്. ഇനി മതിലിന്റെ പണി നിൽക്കണമെങ്കിൽ കൊന്നുകളയുക. സ്തോത്രം. ശാരീരികമായി കൊന്നുകളയുക, ആത്മീകമായി കൊന്നുകളയുക, ഭൗതികമായി കൊന്നുകളയുക, കൊന്നുകളയുക. സ്തോത്രം. ആമേൻ. എന്നാൽ ആത്മഭാരമുള്ള നെഹമ്യാവ്, പ്രാർത്ഥിക്കുന്ന നെഹമ്യാവ്, വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന നെഹമ്യാവ്, കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹിക്കുമ്പോൾ അവർ വേല ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 4-ാമത്തെ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ലൂസിങ് ദെയർ ലൈഫ്, ഇൻസെക്യൂർ ഫീലിംഗ്. അവരുടെ ജീവിതത്തിൽ പിന്നെ അവർക്ക് ജീവൻ എങ്ങനെ രക്ഷിക്കണമെന്നുള്ളതാണ്. മതിലിനെ കുറിച്ചുള്ള പണിയെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. ഇനി എങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ അവർക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. സ്തോത്രം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ജയം പ്രാപിക്കാൻ കഴിയും? ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. 13-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളോട് പറയുന്നു, റെക്കഗ്നൈസ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വിചിന്തനം ചെയ്യുക.
14-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറയുന്നുണ്ട്, ഡോണ്ട് ബി അഫ്രൈഡ്, റിമെമ്പർ ദ ലോർഡ് ഹു ഈസ് ഗ്രേറ്റ് ആൻഡ് ഓസം. ആമേൻ. റിമെമ്പർ ദ ലോർഡ്. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇനിയുള്ള നാളുകളിൽ നമ്മെ നടത്തുവാൻ ശക്തനാണ്. കഴിഞ്ഞ നാളുകളിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന നാളുകളിലും ആ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ശക്തനാണ്. ആമേൻ. കർത്താവിലുള്ള നമ്മുടെ ആശ്രയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. റിമെമ്പർ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. കർത്താവിന്റെ വിശ്വസ്തതയെ നമ്മൾ മറന്നു പോകരുത്. റിമെമ്പർ ഹിസ് ക്ലോസ്നെസ് ടു അസ്. നമ്മളോടുള്ള ദൈവത്തിന്റെ ആ ഇന്റിമസി, ആ റിലേഷൻഷിപ്പ്, അത് നമ്മൾ മറന്നു പോകരുത്. റിമെമ്പർ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തി നമ്മൾ അത് മറന്നു പോകരുത് നമ്മോടുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അടുത്ത 14-ാമത്തെ വാക്യത്തിൽ പിന്നെയും നമ്മൾ കാണുന്നത് റെസിസ്റ്റ് ദ ഡിസ്കറേജ്മെന്റ്. ആമേൻ. നിരാശയെ എതിർത്ത് തോൽപ്പിക്കണം. നിരാശയെ എതിർത്ത് തോൽപ്പിക്കണം. നെഹമ്യാവ് അതാണ് ചെയ്തത്. ആമേൻ. ആ തലക്കെട്ടിലേക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് തിരിച്ചു വരാം. ഡിസ്കറേജ്ഡ്, ഇറ്റ്സ് ദ ടൈം ടു റീകണക്ട്. 4 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. 2, അവരുടെ ദർശനം ക്ഷയിച്ചു പോകുന്നു. 3, അവരുടെ ഉറപ്പ് ക്ഷയിച്ചു പോകുന്നു. 4, അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അവർക്ക് തോന്നുന്നു. അത്രയും നിരാശപ്പെട്ടു പോയിടത്ത് ആമേൻ നെഹമ്യാവ് അവരെ ഉത്സാഹിപ്പിച്ച് മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, അങ്ങനെ മതിലിന്റെ പണി അവർ പൂർത്തീകരിച്ചു. നെഹമ്യാവിന്റെ പുസ്തകം മതിലിന്റെ പണി പൂർത്തീകരിക്കാതെ പകുതി വെച്ച് നിർത്തിയിരുന്നൊരു പുസ്തകമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ആധികാരികത ഇല്ലാതെ പോയേനെ. ആമേൻ. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ മതിലിന്റെ പണി ഞങ്ങൾ പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ആമേൻ. വിമർശനങ്ങൾക്കും ആരവാരങ്ങൾക്കും ചോദ്യങ്ങൾക്കും കളിയാക്കലുകൾക്കും ആമേൻ യുദ്ധത്തിനും കൊന്നുകളയുമെന്നുള്ള ഭീഷണിക്ക് പോലും ദൈവപ്രവർത്തിയെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, നെഹമ്യാവിനെ പോലുള്ളവരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ആ ശുശ്രൂഷ എന്റെയാ, ഇന്ന് രാത്രി ആ ശുശ്രൂഷ നിങ്ങളുടെയാ. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയിൽ അഹോരാത്രം മുമ്പോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരോട്